എടാ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി തരും 8, 11, 14. എന്നിട്ട് അതിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ വളരെ സിമ്പിൾ. dn + f - d. ഇതാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ. dn + f - d. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഉടനെ നമ്മൾ d എടുത്ത് എഴുതണം, f എടുത്ത് എഴുതണം. എന്താണ് ഇത്? DUF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? D എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അത് കണ്ടുപിടിക്കാൻ 11 ന്ന് 8 കുറച്ചാൽ മതി. 11 ന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 11 ന്ന് 8 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? F എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം ആണ്, ആദ്യ പദമാണ്. എത്രയാണ്? 8. ഇനി അതെല്ലാം കൂടി പെറുക്കി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇതേ നോക്കിയേ, വളരെ സിമ്പിൾ. ഇതേ ശ്രദ്ധിച്ചോ. D എത്രയാണ്? 3 ഇൻറ്റു n നമുക്കറിയില്ല, അപ്പൊ n എന്ന് തന്നെ ഇട്ടോ. പ്ലസ് F എത്രയാടാ? 8 മൈനസ് D എത്രയാടാ? 3. അപ്പൊ ആൻസർ 3 ഇൻറ്റു n 3n എന്ന് വന്നു. പ്ലസ് 8 മൈനസ് 3 5 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഈ എന്നിൽ കിട്ടുന്ന ഒരു സാധനം. നമുക്കത് പഠിക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? dn + f - d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, കുറച്ചെഴുതുക. f എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. അപ്പോൾ ഇത്ര ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. എന്താണ്? ഈ 9, 14, 19 ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം ഒന്ന് കമന്റ് ചെയ്തേ. സിമ്പിൾ.